إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഉളുഹിയ്യത്ത് എന്നുള്ളത് അബുൽ അംബിയ ആയ പ്രവാചകന്മാരുടെ ഉപ്പ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാതൃകയാണ്. ചരിത്രം നമുക്കറിയാവുന്നതാണ്. വഫദൈനാഹു ബിദബ്ഹിൻ അളീം, മഹത്തായ ഒരു ബലിമൃഗത്തെ നാം അദ്ദേഹത്തിന് പകരം നൽകി. അങ്ങനെ മകനെ അറുക്കുന്നതിന് പകരം അദ്ദേഹം ഒരു ആടിനെ അറുത്തുവെന്ന്, ഒരു ബലിമൃഗത്തെ അറുത്തുവെന്ന് നമുക്ക് ഖുർആൻ പറഞ്ഞു തരികയാണ്. ബലി എന്നത് അള്ളാഹുവിന് വേണ്ടി ഈ ഏതെങ്കിലും ഒരു അള്ളാഹു നിശ്ചയിച്ച ആട്, മാട്, ഒട്ടകം, ഈ ഉരുക്കളെ ബലിയർപ്പിക്കുക എന്നത്, പടച്ചവന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ഒരു മഹത്തായ ആരാധനയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നതാണ്. ആരാധനയാണ്. നമസ്കാരം ആരാധനയാണ്. സകാത്തും ഹജ്ജും നോമ്പുമെല്ലാം ആരാധനയാണ്. അതുപോലെ തന്നെ ആരാധനയാണ് നഹർ എന്ന് പറയുന്നത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക, ആ റബ്ബിന് വേണ്ടി നീ ബലിയർപ്പിക്കുകയും ചെയ്യുക. പടച്ചവന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അവന് വേണ്ടി ബലി നടത്തുക എന്നത് ഒരാരാധനാ കർമ്മമായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞു തരാണ്. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ചും ഈ ബലി പെരുന്നാളിന്റെ ദിവസം ദുൽഹിജ്ജ 10 എന്നുള്ളത്, അതിനെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അഅ്ളമുൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്കൃഷ്ടമായ, ശ്രേഷ്ഠമായ, പ്രതിഫലം നിറഞ്ഞ ദിനമേതാണ് എന്ന് ചോദിച്ചാൽ അത് യൗമുൻ നഹ്റാണ്, ബലിയുടെ ദിവസമാണ്, ഈദുൽ അദ്ഹയുടെ ദിവസമാണ്, ദുൽഹിജ്ജ 10 എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞതാണ്. ആ ദിവസത്തിലെ ഏറ്റവും മഹത്തായ കർമ്മം എന്ന് പറയുന്നതും അത് ബലി തന്നെയാണ്
എന്നതും നമ്മളെല്ലാവരും സഗൗരവം ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. മുമ്പൊക്കെ ഉദ്ഹിയ്യത്തിനെ ആളുകൾ ഗൗരവമായി ഗൗനിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ആളുകൾക്ക് ഉദ്ഹിയ്യത്ത് എന്ന ഈ കർമ്മത്തിന്റെ വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ അസുലഭമായ നിമിഷത്തെ, ആ ദിവസത്തെ ആളുകൾ തിരിച്ചറിയുന്നവരാണ്. നമ്മൾ അതിനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. ബലി പെരുന്നാളാണ് വരുന്നത്, എനിക്കും ഈ പ്രതിഫലത്തിൽ പങ്കുപറ്റണം. നമ്മളിൽ പണമുണ്ടെങ്കിൽ നമുക്ക് വലിയ സാമ്പത്തികമായ തടസ്സങ്ങളും പ്രയാസങ്ങളും, സാമ്പത്തികമായ പ്രയാസങ്ങളില്ലാത്ത സമയമായിട്ട് എന്നൊന്നും വിചാരിച്ചാൽ ഒരുപക്ഷെ ആ കർമ്മം നടന്നുകൊള്ളണമെന്നില്ല. അതിൽ പൈശാചികമായ പല പിന്തിരിപ്പൻ കാര്യങ്ങളും നമുക്ക് വന്നേക്കാം. നമ്മൾ തീരുമാനമെടുക്കണം, നമ്മൾ നിലപാടെടുക്കണം. അള്ളാഹുവിന് വേണ്ടി ഈ വർഷം ഞാനിത് ചെയ്യുമെന്ന് നമ്മൾ തീരുമാനമെടുക്കാനും കഴിവുള്ള ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ മാതൃകയായിക്കൊണ്ട് നമുക്ക് കാണിച്ചു തന്നതാണ് ഈ ബലികർമ്മം എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുളഹി ബികബ്ശൈനി അംലഹൈനി അഖ്റനൈനി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളയിൽ അല്പം കറുപ്പു നിറമുള്ള നല്ല കൊമ്പുള്ള ഭംഗിയുള്ള ഒരു ആടിനെ ബലിയറുത്തു എന്നത് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ കഴിയുന്ന കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് എന്നതൊരു വിഷയം തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് എന്നതൊരു വിഷയം തന്നെയാണ്. അത് നമ്മൾ പരിഗണിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും ഉദ്ഹിയ്യത്ത് പോലെയുള്ള ആളുകളുടെ മുന്നിൽ നമ്മളുടെ ഉരുവിനെയൊക്കെ കാണിക്കപ്പെടുന്ന ഒരു സമയത്ത് നമ്മളുടെ മനസ്സുകളിൽ തെറ്റായ ചിന്തകൾ കടന്നു വരാൻ പാടില്ല എന്നത് നമ്മൾ ദൃഢമായും തീരുമാനിക്കേണ്ടതാണ്. നമ്മളുടെ നീയത്ത് നന്നാക്കേണ്ടതാണ്. ചിലപ്പോൾ ആൾക്കാർ പറയും, ഈ വലിയൊരുനാള് ഇന്ന ഹാജിയാര് കൊണ്ടുപോയി, മൂപ്പരുടെ ഉരുവാണ്, മൂപ്പരുടെ പോത്താണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുന്ന സംസാരങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അവിടെ നമ്മളുടെ നീയത്ത് മാറാൻ പാടില്ല എന്നത് ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. എൻ്റെ ഉരു അത് മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഗമയോടുകൂടി വിരിഞ്ഞു നിൽക്കണം. ആളുകളൊക്കെ അന്തം വിടണം, അന്താളിക്കണം, എന്നെക്കുറിച്ച് പറയണം, എൻ്റെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാകരുത് മുഅ്മിനീങ്ങളുടെ നമ്മളുടെ സൽക്കർമ്മത്തെ നമ്മൾ നശിപ്പിച്ചു കളയരുത് എന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയവും ഗൗരവപ്പെട്ട കാര്യവും തന്നെയാണ്. അതാണ് ഖുർആൻ നമ്മളോട് അടിവരയിട്ടുകൊണ്ട് പറയുന്നത്. നിങ്ങൾ ഈ അറക്കുന്ന ഈ മാംസം കൊണ്ട് അത് അള്ളാഹുവിന് വിശപ്പടക്കുവാനുള്ളതല്ല, നഊദു ബില്ലാഹ്. അതുകൊണ്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ, അതിന്റെ മാംസം അള്ളാഹുവിലേക്ക് എത്തുകയില്ല. വലാ ദിമാഉഹ, അതുപോലെ തന്നെ അതിന്റെ രക്തവും അള്ളാഹുവിലേക്ക് എത്തുകയില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുക, നമ്മുടെ ആത്മാർത്ഥത. ഈ കർമ്മത്തിന്, ഈ സൽക്കർമ്മത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മാർത്ഥത, അതാണ് അള്ളാഹുവിലേക്ക് എത്തുക എന്നത് നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അള്ളാഹുവിന് വേണ്ടിയാകണം, പടച്ചവന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രമാകണം നമ്മളുടെ സൽക്കർമ്മം. പ്രത്യേകിച്ചും ഈ ഉദ്ഹിയ്യത്തിന് വേണ്ടി നമ്മൾ ചേരുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ബലി അറുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുവാൻ, തക്ബീർ ചൊല്ലുവാൻ നമ്മളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നത് കാണാൻ കഴിയും. വഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖ്റനൈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല കൊമ്പുള്ള വെളുപ്പിൽ കറുപ്പ് നിറമുള്ള ആടുകൾ, രണ്ടാടുകളെ അറുത്തു എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും സമ്മ വകബ്ബറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ചൊല്ലി, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മിയും തക്ബീറും ചൊല്ലിക്കൊണ്ടാണ് അറുത്തത് എന്നത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ അറക്കുന്ന ഉരുവിൻ്റെ പ്രതിഫലത്തിൽ നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ പങ്കുചേരുവാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി അറുക്കുന്ന സമയത്ത് പറയാണ്, അല്ലാഹുമ്മ ഹാദാ അന്നി വഅൻ അഹ്ലി ബൈത്തി, പടച്ചോനെ ഇത് എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും നീ ഇത് സ്വീകരിക്കണേ എന്ന രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ കഴിയും. അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്, മുഹമ്മദിൽ നിന്നും മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്നും നീ ഇത് സ്വീകരിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ
പിന്നെ കുടുംബത്തിന്, നമ്മളുടെ ഈ ഉലഹിയത്തിന് പങ്കുചേരാത്ത നമ്മളുടെ കുടുംബത്തിന് വേണ്ടി കൂടി അതിന് പ്രതിഫലം കിട്ടാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ അറുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് റസൂലിൻ്റെ ഒരു മാതൃകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിതരണത്തിൻ്റെ അളവ് എത്രയാണ് എന്നൊരു കാര്യം. വിതരണം ചെയ്യുന്നത് ഇത്ര 1/3 കൂടാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അതിൽ പിന്നെ കുറവാകണോ എന്നൊക്കെ രീതിയിലുള്ള ചർച്ചകൾ പലപ്പോഴും ഉദ്ഹിയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ ഖുർആൻ നമ്മളോട് പറയുന്നത് ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിഅൽ മുഅ്തർ എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ അതിൽ നിന്ന് കഴിക്കുക, അതുപോലെ തന്നെ ഖാനിഉം മുഅ്തറുമായ ആളുകൾക്ക് നിങ്ങൾ അതിൽ നിന്ന് നൽകുക. ഖാനി എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുന്നയാൾ, അവനുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകൾ, അവർക്ക് നിങ്ങൾ കൊടുക്കുക. ആളുകളോട് ചോദിച്ചു വരുന്നില്ല, അവർ അഭിമാനികളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഉദ്ഹിയ്യത്തിന്റെ മാംസത്തിൽ അർഹതയുണ്ട്. അതുപോലെ തന്നെ മുഅ്തറായ ആളുകൾ, ചോദിച്ചു വരുന്ന ആളുകൾ, അവർക്കും ഇതിന്റെ ഭക്ഷണത്തിൽ അർഹതയുണ്ട് എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ ചോദിച്ചു വരുന്ന ആളുകൾക്ക് കൊടുക്കണം, പിന്നെ സ്വയം കഴിക്കുക. ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചോളി. അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ അതിൽ നിന്ന് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഖുർആൻ വേറെയും ഒരു സ്ഥലത്ത് പറയുന്നത് കാണാം, ഫകുലൂ മിൻഹ വഅത്ഇമുൽ ബായിസൽ ഫഖീർ, നിങ്ങൾ അതിൽ നിന്ന് കഴിക്കുക. അതുപോലെ തന്നെ ബായിസും ഫഖീറുമായ പാവപ്പെട്ട പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ അതിൽ നിന്ന് കൊടുക്കുക. അപ്പം ഇത്ര കൊടുക്കണം, ഇത്ര വീട്ടുകാർക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നൊരു അളവൊന്നും കൃത്യമായിട്ട് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഖുർആനോ പറഞ്ഞതായിട്ട് കാണാൻ കഴിയില്ല. നിങ്ങൾ കഴിക്കുക, മാത്രമല്ല നിങ്ങളും നിങ്ങളുടെ കുടുംബവും കഴിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പാവപ്പെട്ട ആളുകൾക്കും ആവശ്യക്കാർക്കും അതിൽ നിന്ന് വിതരണം ചെയ്യുകയും ചെയ്യുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരു പ്രത്യേക സമയത്ത്, ഒരു വളരെ അത്യാവശ്യമായ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും അതിലെ ഫിഖ്ഹും നമുക്ക് എടുക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബലി പെരുന്നാൾ ദിവസത്തിൽ ബലി അറുക്കാൻ നിൽക്കുന്ന സമയത്ത് ഗ്രാമീണരായ ബദു അറബികളായ കുറെ ആളുകൾ, പാവപ്പെട്ടവരായ ആളുകൾ ഈ മാംസം കാത്ത് ആ ഉരു അറുക്കുന്നിടത്ത് അവർ കൂടുതൽ ആളുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതീക്ഷിച്ചതിനും കൂടുതൽ പാവപ്പെട്ട ആളുകൾ, വലിയൊരു സംഘം അവിടെ വന്നു നിന്നു. അവിടെ സ്വാഭാവികമായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രഖ്യാപനം നടത്തി, കുലു വദ്ദഖിറു സലാസൻ, നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചോളി, പക്ഷെ നിങ്ങൾ എടുത്തോളി, കഴിക്കാനുള്ളത് എടുത്തോളി, പക്ഷെ 3 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കുവാനുള്ളത് നിങ്ങൾ എടുക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രത്യേകമായ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു. പിന്നീട് ഉള്ള ഒരു ഉദ്ഹിയ്യത്തിന്റെ ദിവസം ഇങ്ങനെയുള്ള കൂടുതൽ പാവപ്പെട്ട ആളുകളൊന്നും അതിനുവേണ്ടി സന്നിഹിതരാകാത്ത സമയത്ത് സ്വഹാബികളിൽ നിന്നുള്ള ആളുകൾ കൂടുതൽ എടുത്ത സമയത്ത് ചില സ്വഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പരാതി പറഞ്ഞു, റസൂലേ ഇവർ കൂടുതൽ എടുക്കുന്നുണ്ട് എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് കുഴപ്പമില്ല, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ പാവപ്പെട്ട ആളുകൾ വന്ന സാഹചര്യത്തിൽ പറഞ്ഞതാണ്. കുലു വദ്ദഖിറു വതസദ്ദഖു, നിങ്ങൾ ഇത് കഴിച്ചോളി, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളി, നിങ്ങൾ സ്വതക്ക ചെയ്തോളി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ചാണ്. ഒരുപാട് പാവപ്പെട്ട ആളുകൾ നമ്മളുടെ പരിസരത്തുണ്ടാവുകയും അവർക്ക് മാംസം കിട്ടാതെ വരികയും അറുക്കപ്പെടുന്ന ഉരുവിന്റെ എണ്ണം കുറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മാന്യത എന്ന നിലയിൽ നമ്മൾ എടുക്കുന്ന അളവ് ഒരു പക്ഷെ കുറക്കേണ്ടി വരും. അതല്ല, ഒരുപാട് അറുക്കപ്പെടുന്നുണ്ട്, ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട് എങ്കിൽ അത് പിന്നെ കുറച്ച് എടുത്തു വെക്കുന്നതിനും അതൊന്നും വിഷയമുള്ള കാര്യമല്ല എന്നതാണ്. നിങ്ങൾ കഴിക്കുക, നിങ്ങൾ അതിൽ നിന്ന് സൂക്ഷിച്ചു വെക്കുക, നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട്. അതുപോലെ തന്നെ തക്ബീറുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ തക്ബീറിന്റെ സമയമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് ചെറിയ പെരുന്നാളല്ല, ദുൽഹിജ്ജയുടെ മാസം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തക്ബീർ ചൊല്ലേണ്ടുന്ന സമയമാണ്. ഇത് എന്തോ നമ്മളുടെ നാട്ടിൽ ഈ സുന്നത്ത് ഗൗരവമായി ഉണ്ടാകുന്നില്ല എന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. തക്ബീർ 2 വിധമുണ്ട്. തക്ബീറുൽ മുത്ലഖുമുണ്ട്, തക്ബീറുൽ മുഖയ്യദുമുണ്ട്. തക്ബീറുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയുടെ പിന്നെ ചന്ദ്രക്കല കണ്ടത് മുതൽ അതിന്റെ 1-ാമത്തെ രാവ് പിറന്നത് മുതൽ 13ന്റെ അസ്ർ വരെ പിന്നെ ചൊല്ലാവുന്ന, പിന്നെ 13ന്റെ പിന്നെ സൂര്യാസ്തമയം നടക്കുന്നത് വരെ ചൊല്ലാവുന്ന തക്ബീറാണ്. അതിനെയാണ് തക്ബീറുൽ മുത്ലഖ് എന്ന് പറയാ. അത് വീട്ടിൽ പറ്റും, അങ്ങാടികളിൽ പറ്റും,
വഴികളിൽ പറ്റും, പള്ളികളിൽ പറ്റും, എവിടെയും ആളുകൾക്ക് തക്ബീർ ചൊല്ലാവുന്നതാണ് എന്ന് ഖുർആൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ സൂറത്തുൽ ഹജ്ജിൽ സംസാരിക്കുന്നത് വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, നിശ്ചിതമായ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യുന്നതിന് വേണ്ടി ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ടുന്ന സമയമാണ്, പ്രത്യേകിച്ചും തക്ബീർ വർദ്ധിപ്പിക്കേണ്ടുന്ന സമയമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഹാബത്തിന്റെ രീതിയും മാതൃകയും അതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഇങ്ങനെ അങ്ങാടിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഈ 10 ദിവസങ്ങൾക്കിടയിൽ യുക്കബ്ബിറാൻ, അവർ വലിയ ശബ്ദത്തിൽ തക്ബീർ ചൊല്ലായിരുന്നു. പതുക്കെയല്ല, ഉറക്കെ തക്ബീർ ചൊല്ലുമായിരുന്നു. ആളുകൾ കേൾക്കുമാറുച്ചത്തിൽ തക്ബീർ ചൊല്ലുമായിരുന്നു. വയുക്കബ്ബിറുന്നാസു ബിതക്ബീരിഹിമ, ഇവരുടെ രണ്ടുപേരുടെയും തക്ബീർ കേട്ടിട്ട് ആളുകളും തക്ബീർ ചൊല്ലിയിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ വേളയിൽ മിനയിൽ വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ടെന്റിൽ വെച്ചുകൊണ്ട് ഉറക്കെ തക്ബീർ ചൊല്ലുകയും അദ്ദേഹത്തിന്റെ പരിസരത്തിലുള്ള ആളുകൾ മുഴുവൻ അദ്ദേഹത്തോടൊപ്പം തക്ബീർ ചൊല്ലുകയും തക്ബീർ കൊണ്ട് മിന പ്രകമ്പനം കൊള്ളുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് സ്വഹാബത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ചര്യയായി കൊണ്ട് കാണാൻ കഴിയുന്നതാണ്. അലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ ചര്യയെയും അതുപോലെ തന്നെ സന്മാർഗം സിദ്ധിച്ചവരായ സ്വഹാബത്തിന്റെ മാതൃകയെയും നിങ്ങൾ പിൻപറ്റുക എന്നത് നമ്മളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ തക്ബീറുൽ മുത്ലഖ്, നിരുപാധികം, നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക സമയവും എണ്ണവും വണ്ണവും ഒന്നും നിശ്ചയിക്കാതെ നമുക്ക് തക്ബീറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാവുന്ന സമയമാണ് ഈ ദുൽഹിജ്ജ പിറന്നത് മുതലുള്ള സമയം എന്നത് നമ്മൾ മനസ്സിലാക്കുകയും തക്ബീറുകൾക്ക് വേണ്ടി, ദിക്റുകൾക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ തക്ബീറുൽ മുഖയ്യദ് എന്ന് പറയുന്ന ഒരു തക്ബീർ ഉണ്ട്, ഒരു സമയബന്ധിതമായി നടത്തേണ്ടുന്ന ഒരു തക്ബീർ എന്ന് വെച്ചാൽ പിന്നെ അറഫാ ദിനത്തിന്റെ പ്രഭാതം മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ അസ്ർ വരെയുള്ള, അസ്ർ നമസ്കാരം വരെയുള്ള സമയങ്ങളിൽ നമസ്കാരത്തിനു ശേഷം ഒരുമിച്ച് തക്ബീർ ചൊല്ലുന്ന രീതി, ഇത്ര എണ്ണം എന്നൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ സ്വഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ച് സലാം വീട്ടിയതിനു ശേഷം അദ്ദേഹം ഉച്ചത്തിൽ ഉറക്കെ തക്ബീർ ചൊല്ലുകയും ആളുകൾ ഒരുമിച്ച് തക്ബീർ ചൊല്ലുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മൾ സ്വഹാബത്തിന്റെ മാതൃകയായിട്ട് കാണുന്ന കാര്യമാണ്. അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. നമ്മൾ ഒരു ഏറ്റവും മഹത്തായ ദിവസങ്ങളിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പവിത്രതയെ ഉൾക്കൊള്ളുക, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അറഫ നോമ്പ് ഏറെ പ്രതിഫലാർഹമായ ഒരു നോമ്പാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 28-ാം തീയതിയാണ് നമുക്ക് ദുൽഹിജ്ജ 10. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ 9 എന്ന് പറയുന്നത് 27-ാം തീയതി ബുധനാഴ്ചയാണ്. അന്നാണ് നമുക്ക് അറഫ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അറഫ നോമ്പിൻ്റെ പ്രത്യേകത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു ഈ അറഫ നോമ്പിൻ്റെ പ്രതിഫലത്തെ പറ്റി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപം പൊറുക്കാൻ കാരണമാകുന്ന സൽക്കർമ്മമാണ് ഈ ദുൽഹിജ്ജ 9 അറഫ നോമ്പ് എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത്രയും പുണ്യമുള്ള ഒരു നോമ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സുന്നത്ത് നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ സുന്നത്തുകൾ നമുക്കറിയാം. തക്ബീർ ചൊല്ലുക എന്നത് അതിൻ്റെ സുന്നത്താണ്. കുളിച്ച് സുഗന്ധം പൂശിക്കൊണ്ട് വരിക എന്നത് അത് സുന്നത്താണ്. അതുപോലെ തന്നെ ഉള്ളതിൽ പുതിയ വസ്ത്രം ധരിക്കുക എന്നത് പെരുന്നാളിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയ പെരുന്നാളിനെ പറ്റി പറയുന്ന സമയത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് വരിക എന്നതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക. എന്നാൽ വലിയ പെരുന്നാളിന് വ്യത്യസ്തമാണ്. ഒന്നും കഴിക്കാതെ മുസല്ലയിലേക്ക് പോവുക എന്നതാണ്
വലിയ പെരുന്നാളിൻ്റെ ബലി പെരുന്നാളിൻ്റെ സുന്നത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് ശേഷമായിരുന്നു എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിരുന്നത് എന്നത് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വഴി മാറി സഞ്ചരിക്കുക എന്നത് റസൂലിൻ്റെ രീതിയായിരുന്നു. ഒരു വഴിയിലൂടെ വരികയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുകയൊക്കെ ചെയ്യുക എന്നുള്ളത് പെരുന്നാൾ പ്രത്യേകിച്ചും സ്നേഹബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കാനുള്ളതാണല്ലോ. അതിൻ്റെ ഒരു ഹിക്മത്ത് കൂടി ഒരു പക്ഷേ അതിലുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് നമ്മളത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ മഴയുള്ള സമയമാണ് ഉദ്ഹിയ്യത്ത്. പിന്നെ ഈ ബലി പെരുന്നാൾ മഴയാണെങ്കിൽ ഒരു പക്ഷേ പള്ളിക്കുള്ളിലാകാം, മഴയില്ലെങ്കിൽ പുറത്ത് സാധാരണ നമ്മൾ അൻസാറിൻ്റെ ഗ്രൗണ്ടിൽ നടത്തുന്നത് പോലെ തന്നെ ആയിരിക്കും. പിന്നെ അവിടെ പള്ളിയിലാണെങ്കിൽ ഒരു സുന്നത്ത് കൂടിയുണ്ട്. പള്ളിയിലേക്ക് കയറിയാൽ ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅത്തൈൻ, പള്ളിയിലേക്ക് കയറിയാൽ ആ പള്ളിയോടുള്ള ഒരു ബഹുമാനം എന്നുള്ള നിലയ്ക്ക് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായി കൊണ്ട് പറഞ്ഞതാണ്. പള്ളിയിലാണെങ്കിൽ അതുകൂടി ഉണ്ടാകും എന്നത് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈദ്ഗാഹാണ് ഏറ്റവും ഉത്തമം. കാരണം മഴയില്ലാത്ത സാഹചര്യമാണെങ്കിൽ എല്ലാവർക്കും ഹൈദുള്ളവരായ സ്ത്രീകൾക്കും എല്ലാം അതിൽ പങ്കുചേരാൻ കഴിയുന്ന ഒരു രീതിയാണല്ലോ. പള്ളിയിലാണെങ്കിൽ പള്ളിയിലേക്ക് ഹൈദുള്ള സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പിന്നെ മഴയില്ലെങ്കിൽ നമ്മളുടെ നമസ്കാരം ഗ്രൗണ്ടിൽ തന്നെയായിരിക്കും ഉണ്ടാകുക. പ്രത്യേകിച്ച് ഓർക്കുക 7 മണിക്കാണ് നമ്മളുടെ നമസ്കാരം. അതിൽ വൈകരുത്. ആളുകൾ ഇങ്ങനെ 7 മണി ആയിട്ടും കൃത്യസമയത്ത് വന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. അവർ ആ സമയത്ത് ഉദ്ഹിയ്യത്തൊക്കെ അറുക്കാനുള്ളതാണ്. ഒരുപാട് തിരക്കുള്ളൊരു ദിവസമാണ്, നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളുള്ളൊരു സമയമാണ്. പക്ഷെ കുറച്ച് ആളുകൾ എന്തോ കാരണം കൊണ്ട് അവർ വൈകി അവസാനം അവർ വരുന്നത് കാണുമ്പോൾ അവരെ ഉൾപ്പെടാതെ ഒരു സംഘമായിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്യേണ്ടുന്ന ഒരു സൽക്കർമ്മല്ലേ. അപ്പം ആളുകൾ ഇങ്ങനെ വൈകി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് വൈകിപ്പിക്കേണ്ടി വരും. ആളുകൾക്ക് അതിൽ അമർഷം പലപ്പോഴും കാണാറുണ്ട്. എന്താണ് നിസ്കരിക്കേണ്ട സമയം നമ്മൾ പ്രഖ്യാപിച്ചതല്ലേ, അതെല്ലാവരും പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് നേരത്തെ ഒരുങ്ങുക. പലപ്പോഴും ഇങ്ങനെ സമയം കണക്കാക്കി നിന്നിട്ട് വൈകുന്നൊരു വിഷയമാണ് വലിയൊരു സംഘത്തിന് മുഴുവൻ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യസമയത്ത് 7 മണിക്ക് തന്നെ എല്ലാവരും കൃത്യസമയത്ത് വരിക. പിന്നെ ഗ്രൗണ്ടിലാണെങ്കിൽ ഗ്രൗണ്ടിൽ ഇപ്പം നല്ല വെള്ളമാണ്. മഴ 2 ദിവസം മുൻപ് പെയ്താൽ തന്നെ അവിടെ കഴിയോ എന്നുള്ളത് അറിയില്ല. അനുകൂലമായ അവസ്ഥയുണ്ടെങ്കിൽ എല്ലാവരും മുസല്ല കൊണ്ട് കൃത്യസമയത്ത് തന്നെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സൽക്കർമ്മങ്ങളെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا. اللهم احفظ بلادنا. اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.